CPM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, വളരെ ഈ ചേരിപ്പോര് അത് ഒരു സമവായത്തിൽ അല്ലെങ്കിൽ അത് പരിഹരിക്കാനാവാത്ത വിധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കെ സുധാകരനും ഇ ഡി സതീശനും തമ്മിലുള്ളത്. അതിൻ്റെ ഒരു അലയൊലിയെന്നോണമാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്ന് സുധാകരൻ പങ്കെടുക്കാതിരിക്കുന്നതും തുടർന്ന് ഇത്തരത്തിലൊരു അതൃപ്തി അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ സതീശൻ ഇത്തരത്തിൽ ഈ ഒരു ചേരിപ്പോരിന് തുടക്കമിട്ടു എന്ന് വിലയിരുത്തൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് 5 or 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം, രാഷ്ട്രീയകാര്യ സമിതി യോഗം 1.25 കൊല്ലമായി കൂടിയിട്ടേ ഇല്ല എന്നൊരു പത്രത്തിൽ വാർത്ത കാണുകയുണ്ടായി. ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത്, എന്തിനാണ് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി കൂടുന്നത്? കോൺഗ്രസിനും UDFനും ആവശ്യമായ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാനും നിർമ്മിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കാര്യമായി അധ്വാനിച്ചുകൊണ്ടിരിക്കെ 1.25 കൊല്ലക്കാലമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി കൂടുകയോ രാഷ്ട്രീയ നയം തീരുമാനിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമല്ല. ഇവിടെ വലതുപക്ഷത്തിന് മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം, അതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തൂത്തുപുത്തന്മാരെ പോലെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് കസേരകൾ ഉറപ്പിക്കാൻ തക്കവണ്ണം തമ്മിലടിക്കുക എന്നത് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചുമതല. ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ എപ്പോഴാണ് വിമാനം പിടിക്കേണ്ടത് എന്ന് കാത്തിരിക്കുകയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയിൽ നിന്നുള്ള വൈര്യം അതിശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആളുകൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന തരത്തിലേക്ക് അതിന്റെ മത്സരാർത്ഥി എന്ന സ്ഥാനമോ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ആണെങ്കിൽ പോലും കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിനകത്ത് മുന്നോട്ട് പോകാനാവാത്ത ഇതപ്പാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പ് മത്സരം പോലും അസാധ്യമായിടത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഗീയവൽക്കരണത്തിന്റെ അന്തരീക്ഷത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയും സ്വാർത്ഥത്തിനു വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്നവരായി നിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ ദുർബലപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നത്. ആർക്കും രക്ഷിക്കാനാവാത്ത പതനത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് മുഞ്ഞുകുത്തി വീണിരിക്കുന്നത്. ശരി, നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോട് പ്രതികരിച്ചതിന്.